മെക്സവനെതിരായ പി മോഹനന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് സിപിഎം നേതാവ് കോൺഗ്രസിൽ ചേർന്നു. കോഴിക്കോട് നടുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി അക്ബർ അലിയാണ് കോൺഗ്രസിൽ ചേർന്നത്. ന്യൂനപക്ഷങ്ങളെ സംശയനിഴലിൽ നിർത്തുന്ന സമീപനമാണ് സിപിഎമ്മിന്റേതെന്ന് അക്ബർ അലി ആരോപിച്ചു. സിപിഐഎമ്മിന്റെ മതേതരത്വ കാഴ്ചപ്പാട് ശുദ്ധ കാപട്യമാണ്. തരാതരം പോലെ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മതേതര കാഴ്ചപ്പാട്. ഏറ്റവും അവസാനമായി മെക്സവൻ എന്ന് പറയുന്ന ഒരു യോഗ ക്ലാസ്, ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവരും നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്കണ്ഠാകുലരായ ആളുകളാണ് മലയാളികൾ പ്രത്യേകിച്ച്. അപ്പോൾ യോഗ പരിശീലനത്തെ പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളുകൾ അതിലുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ആ മതവിഭാഗത്തിൽപ്പെട്ട തീവ്രവാദ സംഘടനകളാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യൂനപക്ഷത്തെ സംശയ നിഴലിൽ നിർത്തുന്നതിന് വേണ്ടി CPIMന്റെ ജില്ലാ സെക്രട്ടറി യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവന നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ കാര്യത്തിലും അവർ സംശയ നിഴലിലാണ്. ഷബീർ ഒമർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷബീർ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഈ പരാമർശത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷമുണ്ട് എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അക്ബർ അലി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സമഗ്രമായി? സ്നേഹ, തീർച്ചയായും മെക്സവനുമായി ബന്ധപ്പെട്ട വിവാദം CPM-നകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമായി ഈ സംഭവത്തെ എടുക്കാം. CPM-ന്റെ കോഴിക്കോട് നടുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറിയായ അക്ബർ അലിയാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അല്പസമയം മുമ്പാണ് കോഴിക്കോട് DCC ഓഫീസിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം തന്നെ ഈ അക്ബർ അലി ചേരുന്നുണ്ട്. കൂടെ കോൺഗ്രസ് നേതാക്കൾ കൂടിയുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ മെക്സവനുമായി ബന്ധപ്പെട്ട വിഷയമാണ് താങ്കളുടെ ഈ പാർട്ടി വിട്ടുപോകാനുള്ള കാരണം. മെക്സവൻ ഏറ്റവും അവസാനം ഉണ്ടായ ഒരു വിഷയമാണ്. സമീപകാലത്ത് CPIM സ്വീകരിച്ചു വരുന്ന പല നിലപാടുകളും ജനാധിപത്യവാദികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഏറ്റവും അവസാനം മതേതരത്വത്തോട് സത്യസന്ധമല്ലാത്ത സമീപനമാണ് CPIM കുറേ കാലങ്ങളായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ തെളിവാണ് മെക്സവൻ വിവാദം. താങ്കൾ CPM-ന്റെ നടുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. മറ്റ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനം CPM അനുകൂലമായിട്ടുള്ള CPM-ന്റെ ഭരണസമിതിയുള്ള ബാങ്ക്, CPIM-ന്റെ ഭരണസമിതി ഉള്ള സഹകരണ ബാങ്ക്. അതെ, തീർച്ചയായിട്ടും CPIM-ന്റെ ഭരണസമിതിയിലെ പ്രസിഡന്റായിരുന്നു ആ സൊസൈറ്റിയുടെ. അത് രാജിവെച്ചു. CPIM-യുമായുള്ള നിലവിലുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക്, അതാണ് രാജ്യത്ത് ഇന്നത്തെ കാലത്ത് പ്രസക്തമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. താങ്കളുടെ ഈ സമാന നിലപാടുള്ള മറ്റു CPM-കാരുണ്ടോ? അതോ? തീർച്ചയായിട്ടും CPIM-ന്റെ കൂടെ പല ആളുകളും ഇന്നുള്ളത് CPIM-നോട് ഒരുപാട് അമർഷമുള്ള ആളുകളാണ്. പല കാരണങ്ങളാൽ വിധേയത്വത്തിൻ്റെ പേരിൽ CPIM-മായി സഹകരിച്ചു പോകും. എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വ്യക്തിപരമായ ഒരു വിധേയത്വത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ CPIM-ന്റെ എന്തെങ്കിലും വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പദവികൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് CPIM വിവിധ ഘട്ടങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രാപ്തിയുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഏൽപ്പിക്കുക. ഒരു തൊഴിൽ കാർഡ് പോലും വ്യക്തിപരമായിട്ട് CPIM-ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്, അസംബ്ലി CPM-ആണ്, സ്റ്റേറ്റ് നമുക്കറിയാലോ സംസ്ഥാനം ഭരിക്കുന്നത് CPM-ആണ്. എന്നാൽ ഭരണത്തിൻ്റെ അത്തരം കാര്യങ്ങൾ വ്യക്തിഗതമായ ഒരു ആനുകൂല്യം സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ CPIM-ന്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിന് എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. താങ്കൾ പാർട്ടി വേദികളിൽ ഇപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനപ്പെട്ട് തന്നെ കഴിഞ്ഞു, പാർട്ടി വേദികളിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ നേരത്തെ? തീർച്ചയായിട്ടും പാർട്ടി വേദികളിൽ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടി ആഭ്യന്തര വിഷയങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായും അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിൽ ആഭ്യന്തരമായി ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതുപോലത്തെ ഒരു പൊതുവേദി പറയുന്നത് മാന്യത അല്ലാത്തത് കൊണ്ട് ഈ ഘട്ടത്തിൽ പറയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അവർ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുക എന്ന് നോക്കിയതിന് ശേഷം അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാവുന്നു. ഇനി കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കും, ഏതെങ്കിലും സ്ഥാനം താങ്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സ്കൂളിൻ്റെ അകത്ത് KSU ആയിരുന്നു. KSUവിന് ഏറ്റവും ശക്തമായ കാലത്ത്. എന്നിട്ട് SFIയിലേക്ക് പോകുമ്പോൾ അവിടെ SFI ദുർബല. ആ ദുർബലമായ ഒരു സംവിധാനത്തിന് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള വാദക്കാരാണ്. ഇപ്പോൾ CPIM-ൽ നടക്കുന്നത് ജനാധിപത്യം എന്ന് പേരിനേ ഉള്ളൂ, ജനാധിപത്യം അല്ല നടക്കുന്നത്. അവരെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൊതുവെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും സ്നേഹ അദ്ദേഹം ഇത്തരം വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇനി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ഥാനം മോഹിച്ചല്ല, CPM-ന്റെ
ശരി, നടുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറിയായ അക്ബർ അലിയാണ് കോൺഗ്രസിൽ ചേർന്നത്. CPM-ൽ നിന്ന് ഷബീർ ഒമറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.